നമ്മൾ എംസോൺ മൊബൈൽസ് പടിഞ്ഞാത്ര ജലീലിനെ പരിചയപ്പെടാൻ വന്നതാണ്. പരിചയപ്പെടാൻ നമ്മൾ പഴയ സുഹൃത്തുക്കളാണ്. ഇങ്ങനെ ജലീലേ എന്ത് പറയുന്നേ? രണ്ടാളും നമ്മുടെ അടുത്ത് പഠിച്ച ആളുകളാ, അല്ലെ പഠിച്ചോണ്ടിരിക്കുന്ന ആളുകളാ. അനിയൻ തന്നെ അല്ലേ? അനിയൻ അങ്ങോട്ട് തന്നെ വിട്ട്. ഞാൻ റിവ്യൂ നോക്കിയിട്ടാണ് വിട്ടത്. പിന്നെ എനിക്ക് ഞാൻ എല്ലാ കാര്യത്തിനും ഇവിടുന്ന് തീരാത്ത എന്ത് വർക്കിനും ഞാൻ ഷിയാസിനായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇവിടെ തീരാത്ത എന്ത് വർക്കാണ് നമ്മുടെ സർവീസ് സെന്ററിലാണ്. അതായത് നിങ്ങളെ സിംസിന്റെ സർവീസ് സെന്ററിലേക്കാണ് ഇവിടുന്ന് അതായത് ഇവിടുന്ന് തീരാത്ത വർക്ക് എന്താണെങ്കിലും എന്തായാലും ക്രിട്ടിക്കലുള്ള സാധനങ്ങളാണ് നമ്മൾ വിടുള്ളൂ. നമുക്ക് അവിടെ അത്രയും പോസിറ്റീവ് ആണ് നമുക്കത് ആ ഒരു സ്ഥാപനം. നമ്മൾ ധൈര്യത്തിൽ വിടും. അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും ഉറപ്പായും നമുക്ക് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അനിയനെ ഈ ഫീൽഡിലേക്ക് ഇറക്കിയതും അങ്ങോട്ടേക്ക് വിടാൻ കാരണം. പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു. അതെ, ഓനെ അതിനോട് കുഴപ്പമൊന്നുമില്ല. ഓൻ അങ്ങനെ തന്നെ പറയണത്. ഇപ്പൊ അതാ പഠിച്ചിറങ്ങിയുള്ളൂ. ഷോൻ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ട്രെയിനിങ് കൂടി കിട്ടിയാൽ ഉഷാറാവും. ഉറപ്പ് നമുക്കുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓനായാലും ഉഷാറാണ്. രണ്ടാളും ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു എക്സ്ട്രാ നല്ലൊരു സർവീസ് ഉണ്ട്. കൂട്ടത്തിൽ ഇവരും കൂടി ഉള്ളത് കൊണ്ട് എന്താകുന്നില്ല, നമുക്ക് വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ബെൻഡിങ് വരുന്നില്ല. മാക്സിമം 1 ഡേനുള്ളിൽ എന്താകുന്നുണ്ട്, എല്ലാ വർക്കും ക്ലിയർ ആയി പോകുന്നുണ്ട്. വർക്ക് എടുക്കാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട് അത്യാവശ്യം. കാരണം ഇവരിപ്പം 4 മാസമായിട്ടേ ഉള്ളൂ. ഇവിടെ എന്ത് വന്നാലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്ത് ഡെഡ് വന്നാലും ഇനിയിപ്പോ എന്ത് ധൈര്യം കാണിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. കാരണം കുറച്ചൊക്കെ അവർ സ്വന്തം സ്കില്ലാണെങ്കിലും അവരതാണെങ്കിലും നമുക്ക് ആ ഒരു പ്രതീക്ഷ അവരിൽ കാണുന്നുണ്ട്. ഈ ഫീൽഡിൽ കുറച്ചൊക്കെ 6 വർഷമായി. എന്ത് പറയുന്നത് കുട്ടികളോടൊക്കെ എന്താ പറയാ? പുതിയ കുട്ടികൾ പഠിച്ചു വരുന്ന ആൾക്കാർ ആരെങ്കിലും ഭാവിയുണ്ട് 100%. തീർച്ചയായും മൊബൈൽ ഫോൺ ടെക്നോളജി എന്തായാലും ഈ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ അല്ലെങ്കിൽ വിദേശത്തായാലും ഇവിടെ ആയാലും എന്തായാലും മുന്നോട്ട് പറ്റും. കാരണം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം മാറിയിട്ടുണ്ട് മൊബൈൽ ഈ ഒരു ഫീൽഡ്. ഒരാളെ തന്നെ 1, 2, 3 ഒക്കെ ഉണ്ടാവും ഉറപ്പായും. പിന്നെ എന്തായാലും അപ്ഗ്രേഡ് ആണല്ലോ ചിന്തിക്കുന്നത്. ഉള്ള ഫോണിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നാൽ തന്നെ പുതിയ എടുക്കുമ്പോഴേക്ക് എന്താവും, മറ്റേ ഫോൺ നമുക്ക് നമ്മുടെ അടുത്തേക്കാണല്ലോ വരിക. ഈ എക്സ്ചേഞ്ച് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് വരിക. ഇതെന്തായാലും ഭാവിയുള്ളൊരു ഫീൽഡാണ്. അപ്പൊ നമ്മൾ വേറെ ഫീൽഡ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം ഒരു ഭാവി കാണുന്നുണ്ട്. ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ്, ജിയോ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ്. കൂട്ടത്തില് ഈ ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ കാണുന്നുണ്ട്.